യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച വിശ്വാസം ദൈവവചനാധിഷ്ഠിതമാണ്. മരണാനന്തര ജീവിതം കേവലം മാനുഷിക ചിന്തകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വിശ്വാസമല്ല. പ്രത്യുത ഇത് ദൈവവചനത്തിലൂടെയുള്ള വെളിപാടിൽ അധിഷ്ഠിതമാണ്. ജീവനും അമർത്യതയും നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷത്തിലൂടെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്താലും പുനരുത്ഥാനത്താലുമാണ്. നമ്മുടെ രക്ഷകനായ ക്രിസ്തു മരണത്തെ ജയിച്ചിരിക്കയാൽ നാം ഇനി മരണത്തെ ഭയപ്പെടേണ്ടതില്ല. കർത്താവിലുള്ള വിശ്വാസത്തിൽ മൃതരായവർക്ക് യേശുവിൽ പുനരുത്ഥാനമുണ്ട്. മരണം ഒരിക്കലും ജീവിതത്തിൻ്റെ അന്തമല്ല എന്നത് എല്ലാവർക്കും ആശ്വാസം പകരുന്ന കാര്യമാണ്. കാരണം കർത്താവിൻ്റെ മഹനീയ പ്രത്യക്ഷതയിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് കൂടെ വസിക്കും എന്ന് പരിശുദ്ധ പൗലോസ്ലീഹായും പഠിപ്പിക്കുന്നു. ആയതിനാൽ മരണാനന്തര ജീവിതം മാനുഷിക ചിന്തകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വിശ്വാസമല്ല എന്നും അത് ദൈവിക വചനത്തിലൂടെയുള്ള വെളിപാടിൽ അധിഷ്ഠിതമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് മരിച്ചവരോട് സുവിശേഷം അറിയിച്ച് ഉയർപ്പിന്റെ പ്രത്യാശ നൽകിയതുപോലെ പാപബന്ധനങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അടിയങ്ങൾക്ക് പാപചിന്തകളിൽ നിന്ന് മോചനം പ്രാപിച്ച് അവിടുത്തെ പ്രത്യാശയിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയാകണമേ. ആമീൻ.